അപ്പോൾ നമ്മൾ ബീച്ചിൽ പോകണം. മംഗലാപുരത്തെ വളരെ ഫേമസ് ബീച്ചാണ് പനമ്പൂർ ബീച്ച് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 10-11 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാംഗ്ലൂർ പോർട്ടിൻ്റെ ഒക്കെ അടുത്ത്, പോർട്ടില്ലേ, മാംഗ്ലൂർ പോർട്ടിൻ്റെ അടുത്തുള്ളൊരു ബീച്ച് തന്നെയാണ് പനമ്പൂർ ബീച്ച്. സോ നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് ചെറിയ ബീച്ചാണ്. ചെറിയ ബീച്ചിൽ പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വൈകാതെ. നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഈ ഏരിയ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ പോലെയാണ് കേട്ടോ. ഒരുപാട് കമ്പനീസുകളൊക്കെ ഉണ്ട്, ഇൻഡസ്ട്രി കമ്പനീസുകളൊക്കെ ഉണ്ട് ഇവിടെ, ഒരുപാടുണ്ട്. സോ നമുക്ക് സ്ട്രൈറ്റ് പോവാം. ഫൈനലി വി റീച്ച് ഇൻ പനമ്പൂര് ബീച്ച്. ഇവിടെ കയറി ഉടനെ കുറേ ഷോപ്പുകാരുണ്ട്. അപ്പുറം ഇപ്പുറം കുറച്ച് ഷോപ്സൊക്കെ ഉണ്ട്. ഫാൻസി ഉണ്ട്, അതുപോലെ ജ്യൂസ് ഐറ്റംസ്, കോഫി ഷോപ്പ്, ഇതൊക്കെ അല്ലാണ്ട് ചെറിയ ഹോട്ടലുകളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ബീച്ചിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഒരു കമ്പനിയുടെ പരസ്യങ്ങളൊക്കെ ഉണ്ട്. ഈ ബംഗി ജമ്പൊക്കെ ഇല്ല, ബംഗി ജമ്പ്, സിബ് ലൈന്, സിപ്പ് സവറിങ്, ഇങ്ങനത്തെയൊക്കെ ആക്ടിവിറ്റീസാണ്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെയുണ്ട് ഇവിടെ. ഈ ബംഗി ജമ്പ് ചെയ്യുന്നത് നമ്മൾ വേറെ സ്ഥലത്ത് പർവ്വതത്തിൻ്റെ മുകളിലാണ് തുള്ളുന്നതെങ്കിൽ ഇവിടെ വലിയ ക്രെയിനാണ് കേട്ടോ. വലിയ ക്രെയിൻ്റെ മുകളിലില്ലേ, അതുകൊണ്ടാ ആ ക്രെയിനിൽ നിന്ന് ആണ് നമ്മൾ താഴോട്ടേക്ക് തുള്ളുന്നത്. അപ്പോൾ അതിന് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൽ ഗ്രൂപ്പായിട്ട് നമുക്ക് ഇരിക്കാം. അതിൽ ഡിന്നർ, ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ നമുക്ക് ഇപ്പോൾ മുകളിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നില്ലേ, പക്ഷെ അതൊന്നും അത്ര വലിയ ഒരു എന്താ പറയുക ഒരു പ്രൊഫഷണൽ രീതിയിലാണോ ചെയ്യുന്നതെന്നുള്ളൊരു സംശയമാണ്. എന്നിരുന്നാലും ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ആരും അത് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. കൈറ്റ്സ് വിൽക്കുന്ന ആൾക്കാരുണ്ട്, കൈറ്റ്സും മറ്റേ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെയും അങ്ങനെ ഉണ്ട് സ്പോർട്സ് ആക്ടിവിറ്റീസ്. പക്ഷേ അങ്ങനെ ആരും പോകുന്ന കണ്ടിട്ടില്ല. ഇത് ഇപ്പോൾ ഗോവയിലൊക്കെ ആണെങ്കിൽ ഒരു ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നതാണ് ഈ കയാക്കിങ്ങും സർഫിങ്ങും ബോട്ടിങ്ങൊക്കെ. പക്ഷെ ഇവിടെ ആരും അങ്ങനെ ബോട്ടിങ്ങൊന്നും പോകുന്നതാണെന്നില്ല. ബോട്ടിങ്ങിൻ്റെ ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വിസിറ്റേഴ്സ് വന്നത് കുറവുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, വലിയ കൂടുതൽ ആൾക്കാരില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളത്. അവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്. നമുക്ക് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ അടുത്തുനിന്ന് പോവാം. തൊട്ടടുത്ത് കാണുന്നതാണ്. ഇതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ചാർജ് 150 റുപ്പീസ്. അപ്പോൾ ഇത് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലെ കൂടെ നടന്നിട്ട് കുറച്ച് അങ്ങോട്ടേക്ക് പോകാം. പക്ഷെ ആരും ഇവിടത്തേക്കൊന്നും പോകുന്ന കാണുന്നില്ല. ആൾക്കാരൊക്കെ വളരെ കുറവായതുകൊണ്ടാണ് തോന്നുന്നത്. അല്ലെങ്കിൽ നല്ല തിരക്കുള്ള ഏരിയയൊക്കെ ആണെങ്കിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൊക്കെ കയറാൻ നല്ല ക്യൂ ആയിട്ട് ആൾക്കാരുണ്ടാവും. പിന്നെ വെയിലുണ്ട്, ഇപ്പോൾ ചെറിയ വെയിലുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 4-5 മണിയാവാറായി, എന്നാലും കുറച്ച് വെയിലുണ്ട്. പിന്നെ ആൾക്കാരും വളരെ കുറവാണ്. ഇവിടെ മണലിലെ കാരലോ ലവൊക്കെ എഴുതിയിട്ട് അതൊന്നും വളരെ പൈസ ഇല്ലാത്ത പണിയാണല്ലോ. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനൊക്കെ കയറുമ്പോഴോ ചാർജ് ഉള്ളൂ. മണലിൽ കുളിക്കുന്നതിനും എഴുതുന്നതിനും വരക്കുന്നതിനൊന്നും പൈസ ഇല്ല. അതുകൊണ്ട് എല്ലാവരും അതിലേക്കെല്ലാം പോയിന്ന് തോന്നുന്നു. അപ്പോൾ എനിവേ സൂര്യൻ കുറച്ച് കഴിഞ്ഞിട്ട് അസ്തമിക്കും. നല്ല ലൈറ്റ് അടിക്കുന്നുണ്ട് ക്യാമറയിൽ, അപ്പോൾ കറക്റ്റ് കിട്ടുന്നില്ല, നല്ല ലൈറ്റ് അടിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നല്ല ബീച്ച്, മംഗലാപുരത്തെ പനമ്പൂര് ബീച്ചാണ്. മംഗലാപുരത്ത് ഫേമസ് ബീച്ചൊക്കെ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി ബീച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മംഗലാപുരം വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ബീച്ചുകളൊക്കെയാണത്. പിന്നെ മാൽപ്പേ ബീച്ചുണ്ട്. മാൽപ്പയിൽ നമുക്ക് നാളെ പോകണം. മാൽപ്പേ ബീച്ചിൽ പോകേണ്ട ആവശ്യമുണ്ട്. പിന്നെ പനമ്പൂർ ബീച്ചും അടിപൊളി തന്നെയാണ്, മോശമില്ല, നല്ല അടിപൊളി ബീച്ച് തന്നെയാണ്. പക്ഷേ സഞ്ചാരികൾ കുറവ് തന്നെയാണ്, അത്ര സഞ്ചാരികളില്ല. പിന്നെ മംഗലാപുരത്തിൻ്റെ അനുസരിച്ചുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷെ നല്ല വൈറ്റ് സാൻഡ് ഒക്കെയാണ് കേട്ടോ. മണൽ നല്ല വൈറ്റ് സാൻഡ് കളറിൽ നല്ല ഭംഗിയുള്ള മണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ടൂറിസ്റ്റുകൾ വരുമായിരിക്കാം. ഇപ്പോൾ സീസൺ ചൂടിലായതുകൊണ്ടായിരിക്കാം. എന്നാലും സൺഡേ ഒക്കെ ആണെങ്കിൽ നല്ല ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് ഇത് തന്നെയായിരിക്കും. ഞാനപ്പോൾ അവിടെ നിന്ന് നല്ല വിഷ്വൽസൊക്കെ എടുത്തു. നല്ല തിരമാലൊക്കെ, വേവ്, ടൈഡിൻ്റെയും നല്ല അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു. ഇറ്റ്സ് എ വണ്ടർഫുൾ.
നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇത് ചെറിയ വ്ളോഗാണ് ഇത് ആക്ച്വലി, ബീച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ക്യാമൽസൊക്കെ ഉണ്ട്, ക്യാമൽ റൈഡ് ഉണ്ട്. പിന്നെ ഫൺ ആക്ടിവിറ്റീസ് ഉണ്ട്, നമ്മളെ കിഡ്സിന്, കുട്ടികൾക്ക് വേണ്ടിയുള്ള കിഡ്സ് ആക്ടിവിറ്റീസ്, ഫൺ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് ഇവിടെ. ചെറിയ രീതിയിൽ ഊഞ്ഞാലും കാര്യങ്ങളും അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് എന്താ പറയുക, ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആൾക്കാർ കുറവാണ്. ആൾക്കാർ കുറവായതുകൊണ്ട് തന്നെ ബിസിനസ് ഇവർക്ക് വളരെ കുറവായിരിക്കും. മേ ബി എനിക്കൊന്ന് സൺഡേ ഒക്കെ ആണെങ്കിൽ കുറച്ച് ആൾക്കാർ വരും. ഇപ്പോൾ സൺഡേ അല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ കുതിരകളൊക്കെ ഉണ്ട്, ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഉണ്ട്. ഹോഴ്സ് റൈഡിങ് ഇവിടെ കുതിരകളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ബീച്ചാണ്, അടിപൊളി ബീച്ചാണ്, നല്ല വൈറ്റ് സാൻഡ് ബീച്ച് തന്നെയാണ്, മോശമില്ല. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ കുറച്ച് റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ ഹോട്ടൽസ് ഉണ്ട്, അതുപോലെ ചെറിയ റിസോർട്ടൊക്കെ ഉണ്ട് തോന്നുന്നു ഇവിടെ. പിന്നെ ബെഡ്, നമ്മളെ വെയിൽ കായാൻ വേണ്ടി, നല്ല സൺലൈറ്റ് കായാൻ വേണ്ടി നമ്മൾ കിടക്കാറില്ലേ, ഗോവയിലൊക്കെ പോയ കാണാൻ നല്ല കോവളത്തൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെയുള്ള ചെറിയ ബെഡുകളൊക്കെ ഉണ്ട്. അത് അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചാൽ അവർ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ വാട്ടർ സ്പോർട്സൊന്നും ഞാനങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല, ആരും കാണുന്നില്ല. പിന്നെ അതിന് എക്സ്ട്രാ കൊടുക്കണം. ഇപ്പോഴത്തെ നമ്മുടെ ട്രിപ്പിൽ നമ്മളതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. ആക്ച്വലി ബഡ്ജറ്റ് ട്രാവലാണ്, നല്ല എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്ര വലിയ എന്താ പറയുക സ്പെൻഡ് ചെയ്യാൻ നോക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അങ്ങ് കാശ്മീർ എത്തുമ്പോഴത്തേക്കും നമ്മൾ കുത്തുവാളി എടുക്കും, അങ്ങ് ഇന്ത്യയുടെ തലയിൽ, ഇന്ത്യയുടെ മുകളിലേക്ക് അല്ല, ഏറ്റവും വലിയ മുകളിൽ ഉയരത്തിലേക്ക്, ടോപ്പിലേക്ക് വരെ നമ്മൾ എത്തേണ്ടതാണ്. കാശ്മീർ വരെയൊക്കെ എത്തേണ്ടതാണ്. അപ്പോൾ അവിടെ വരെ എത്തുമ്പോഴത്തേക്കും പൈസ മുഴുവൻ തീർന്നു. അപ്പോൾ കുറച്ച് സ്പെൻഡ് ചെയ്ത് കുറവാകണം. ഓക്കെ, എനിവേ നല്ല വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ബാംഗ്ലൂരൊക്കെ വരികയാണെങ്കിൽ യു ക്യാൻ സ്പെൻഡ് ഹിയർ. ഇറ്റ്സ് എ വണ്ടർഫുൾ ബീച്ച്. അപ്പോൾ നമ്മൾ ബീച്ച് കണ്ടിട്ട് ഇറങ്ങാണ്. നേരെ മാംഗ്ലൂർ ടൗണിലേക്കാണ് പോകുന്നത്. നാളെ പറ്റുമെങ്കിൽ നാളെ ഒരു ദിവസം കൂടി മാംഗ്ലൂർ ഒന്ന് കവർ ചെയ്യും. നമുക്ക് മാൽപേ ബീച്ച് പോകണം, അവിടെ സെൻറ്റ് മേരീസ് ഐലാൻഡ് കാണാനുണ്ട്, അവിടെ ഒന്ന് പോകണം, നാളെ പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മംഗളാപുരം വിട്ടിട്ട് നമുക്ക് ഉടുപ്പിയിലോ അല്ലെങ്കിൽ അവരെവിടെയെങ്കിലും പോകണം. ഓക്കെ, അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. യൂട്യൂബ് ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.